ലോകത്തിലെ ആശ്വാസ വാക്കുകൾ നിന്റെ വേദനയ്ക്ക് പരിഹാരമായി വരത്തില്ല. സ്തോത്രം. ലോകം നിന്റെ കഷ്ടതയിൽ നിന്നെ നോക്കി സഹതപിക്കും. സ്തോത്രം. ലോകം നിന്റെ വേദനയിൽ നിന്നെ നോക്കി സഹതപിക്കും. എന്നാൽ യേശു നിന്നെ നോക്കി സഹതപിക്കുന്നവനല്ല. യേശു നിന്റെ വിഷയങ്ങൾക്ക് മാറ്റം തരുന്നവനാ. സ്തോത്രം. നിന്റെ വിഷയത്തെ നോക്കി സഹതപിച്ച് നിന്റെ വിഷയത്തെ നോക്കി അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസവാക്ക് പറയാനല്ല യേശു വരുന്നത്. നിന്റെ വിഷയത്തിന് മാറ്റം നൽകി, നിന്റെ വിഷയത്തിന് ഉത്തരം നൽകി, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി, നിന്റെ രോഗത്തിന് സൗഖ്യം നൽകി, നിന്റെ കടഭാരത്തിന് മാറ്റം നൽകി, നിന്റെ തലമുറയ്ക്ക് ഭാവി നൽകി. നീ എന്തിനാ നിലവിളിക്കുന്നുവോ അതിന് പരിഹാരം നൽകി നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഈ നസ്രായനായ യേശു തന്നെയാണ്. നിലവിളിക്കുന്ന അവളുടെ വീട്ടിൽ ഓടിക്കൂടിയവർ അവളെ ഒത്തിരി ആശ്വസിപ്പിച്ചു. പക്ഷേ അവൾക്ക് ഒന്നും ആശ്വാസമായില്ല. സ്തോത്രം. അവസാനം സ്തോത്രമല്ലേ കൂടി നിന്നവരെല്ലാം പറഞ്ഞു സംഭവിച്ചു നമുക്ക് കൊണ്ട് കുഴിച്ചു മൂടാം. സ്തോത്രം. അവര് പറഞ്ഞു നമുക്കടക്കാം അടക്കിയല്ല പറ്റൂ. ലോകം അടക്കാൻ അലളിയ ലോകം കുഴിച്ചിടാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം കുഴിച്ചിടുന്നവരെല്ലാം ഉയർപ്പിക്കുന്നവരാണ്. എത്രയോ സ്തോത്രം പറയും. അലളിയ ലോകം അലളിയ ആശ്വാസ വാക്ക് പറഞ്ഞ് കുഴിച്ചിടാൻ ആഗ്രഹിക്കുമ്പോൾ, ലോകം കുഴിച്ചിടാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി ഉയർപ്പിക്കുന്ന യേശു ഈ ഹോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അരുളിയ ലോകം പെട്ടികെട്ടാൻ പറയുമ്പോൾ, ലോകം നിന്റെ വഴിയടഞ്ഞെന്ന് പറയുമ്പോൾ, നിന്റെ സ്വന്തമല്ലേ നിന്റെ യോഗ്യനല്ലെന്ന് പറയുമ്പോൾ, ലോകം പെട്ടികെട്ടിയാ മതി എന്ന് പറയുമ്പോൾ, പെട്ടികെട്ടിക്കാനല്ല ഇവിടെ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ മരിച്ചത് ലോകം പറഞ്ഞാൽ, അകർന്ന ലോകം പറഞ്ഞാൽ നിന്നെ അവിടെ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഈ ഹോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്.